ശ്രീ എൻ ശ്രീകുമാർ, കെ സുധാകരൻ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, തനിക്ക് സീറ്റ് വേണം, എനിക്ക് സീറ്റ് തന്നാൽ പാർട്ടിക്ക് എന്താണ് കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. അല്ല, ശ്രീ സുധാകരന് സീറ്റ് കൊടുത്താൽ പാർട്ടിക്ക് ഒരു കുഴപ്പമില്ല. പാർട്ടി അങ്ങനെ തീരുമാനിച്ചാൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കും, യാതൊരു സംശയമില്ല. പാർട്ടി തീരുമാനിച്ചിട്ടില്ലല്ലോ, തീരുമാനിച്ചിട്ടില്ല. പക്ഷേ അപ്പോഴും അദ്ദേഹം പറയുമാണ് നിങ്ങൾ തീരുമാനിക്കണം, എനിക്ക് സീറ്റ് തന്നേ പറ്റൂ. അങ്ങനെ ഞാൻ കേട്ടില്ല. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു എനിക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ട് കണ്ണൂരിൽ. ഇന്നത് ആവർത്തിച്ച് പറയുന്നുണ്ട്, ഞാൻ തന്നെ മത്സരിക്കണമെന്നാണ് പ്രവർത്തകർ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് എന്താണ് മടിയെന്നാണ്, നേതൃത്വത്തിന് എന്താണ് കുഴപ്പമെന്നാണ് ഇന്ന് ചോദിക്കുന്നത്. അല്ല, അതൊന്നും കുഴപ്പമില്ലെന്നേ. കാരണം വെച്ചാൽ ഒരാൾക്ക് മത്സരിക്കണമെന്ന് തോന്നിയാല് മത്സരിക്കണമെന്ന് പറയുന്നതും അത് പ്രവർത്തകർ ആവശ്യപ്പെട്ടതും അതുപോലെ മത്സരിക്കുന്ന നേതൃത്വത്തിന് എന്താണ് ചോദ്യം എന്ന് അദ്ദേഹം ചോദിച്ചൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോ അഥവാ ചോദിച്ചില്ലെങ്കിൽ അതെ, നിങ്ങൾ കൈരടി പറഞ്ഞ വിശ്വസിച്ചിട്ടാണ് പറയുന്നത്. വേണ്ട വേണ്ട, നിങ്ങൾ പറഞ്ഞ, ഞാനും ഈ പത്രരംഗത്തുണ്ടായിരുന്ന ആളാണല്ലോ, നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുന്നു. ഒരാൾ പറഞ്ഞ കാര്യം പറയില്ല എന്നും പറയാത്ത കാര്യം പറഞ്ഞു എന്നും നമ്മളാരും സാധാരണ പറയാറില്ല, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിലെ വലിയ തെറ്റ് കാണുന്നില്ല. കാരണം കണ്ണൂര് എന്ന് പറയുന്നത് ഒരുപാട് മാർക്സിസ്റ്റ് വിരോധമുള്ള മറ്റേ കോൺഗ്രസ് വികാരമുള്ള ഒരു ജില്ലയാണ്. അത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ ശ്രീ സുധാകരൻ ഉന്നയിക്കുന്ന തനിക്കൊരു സീറ്റ് വേണമെന്ന് പറയുമ്പോൾ അവിടെ അദ്ദേഹം മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ആ പ്രസ്താവന ഉണ്ടാക്കിയ ഒരു വൈകാരിക ഓളമുണ്ട് കണ്ണൂരിൽ ഇന്നലെയൊക്കെ. അതിങ്ങനെ നിലനിർത്തുന്നത് നല്ലതാണ് എന്നാണ് എന്റെ അഭിപ്രായം. ആവശ്യം ന്യായമാണ് എന്നതാണ് താങ്കളുടെ പോയിന്റ്. കെ സുധാകരൻ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ അതിലെന്താ തെറ്റുള്ളത്? അല്ല, ഞാൻ പാർട്ടി തീരുമാനിക്കണം. പാർട്ടി എന്തുകൊണ്ട് തീരുമാനിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞാൻ മത്സരിച്ചാൽ നേതൃത്വത്തിന് എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ അതിലൊരു പ്രശ്നമില്ലേ? നേതൃത്വത്തിന് ഒരു കുഴപ്പമുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അങ്ങനെ ചോദിക്കേണ്ടി വരുന്നത്. അല്ല, മനുവല്ലേ സംസാരിക്കുന്നേ? അതെ അതെ, ഞാൻ തന്നെയാണ്. അതെ, അതായത് അതായത് ഈ നമ്മുടെ കെ സുധാകരൻ മത്സരിക്കണം എന്നാവശ്യപ്പെടുന്നു. അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് സമ്മർദ്ദം ചെലുത്തുന്നു. അതിലൊന്നും തെറ്റില്ല. മറിച്ച് പാർട്ടി സംഘടന ഹൈക്കമാൻഡ് ഒരു തീരുമാനം എടുക്കുകയാണ്, എംപിമാരാരും മത്സരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രീ സുധാകരൻ പറയാണ് അല്ല എനിക്ക് മത്സരിക്കണം എന്ന് പറയുമ്പോഴേ അതിലൊരു പ്രശ്നം വരുന്നുള്ളൂ. ഇപ്പൊ പ്രശ്നമില്ല. അല്ല, പക്ഷേ പാർട്ടി അതുപോലൊരു നിലപാടിൽ തന്നെയല്ല നിൽക്കുന്നത്. തൽക്കാലത്തേക്ക് എംപിമാർ മത്സരിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നല്ലേ പാർട്ടിയുടെ ഒരു സമീപനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് വാർത്തകളായി കാണാൻ കഴിഞ്ഞത്? അത് പാർട്ടിയുടെ സമീപനം അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം എന്ന് വെച്ചാൽ ഈ എംപിമാരെ ജയിച്ചു കഴിഞ്ഞ് അവരെ പാർലമെന്റിലേക്ക് പോയവര് തിരിച്ച് അസംബ്ലിയിലേക്ക് വരണമെന്ന് പറയുമ്പോൾ ഈ ജയിപ്പിച്ച വോട്ടർമാർക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടണമെന്നില്ല. അത് ശ്രീകുമാർ സാർ, പാർട്ടിയുടെ സമീപനം അങ്ങനെ ആകാമെന്ന് ഇപ്പോൾ താങ്കളെ പോലെ തന്നെ സ്വാഭാവികമായിട്ടും കെ സുധാകരനും അറിയാമായിരിക്കുമല്ലോ, ഉറപ്പായിട്ടും അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ അറിയാമായിരുന്നിട്ടും സുധാകരൻ വീണ്ടും വീണ്ടും മത്സരിക്കണം എന്നാവശ്യപ്പെടുന്നതിൽ പ്രശ്നമില്ലേ എന്നതാണ് ഇപ്പോൾ പ്രധാനമായി ഉയർന്ന വിഷയം. ഞാൻ പറഞ്ഞല്ലോ, പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഉൾപ്പെടുന്ന വർക്കിംഗ് കമ്മിറ്റിയും പിന്നീട് അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു കോർ കമ്മിറ്റിയുമാണ്, ഒരു രാഷ്ട്രീയ സമിതിയുമാണ് ഇത് തീരുമാനിക്കുക. ആ തീരുമാനം കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതൊരു വിഷയമുള്ളൂ. അതുവരെ അദ്ദേഹം പറയാം, അദ്ദേഹത്തിന് രഹസ്യമായി പറയാം, പരസ്യമായി പറയാം, അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് പറയാം, പോസ്റ്റർ ഒട്ടിക്കുക ഒക്കെ ചെയ്യാം. പക്ഷെ തീരുമാനം വന്ന ശേഷം, അതാണല്ലോ ഒരു പാർട്ടി തീരുമാനം വന്ന ശേഷം അതിന് ബദലായി ഒരു നീക്കം നടത്തുമ്പോഴാണ് അത് പാർട്ടിക്ക് വിരുദ്ധമായി നമുക്ക് തോന്നുന്നത്. അല്ല, താങ്കളുടെ പോയിന്റ് ഞാൻ വിലവയ്ക്കുന്നു. താങ്കളുടെ അഭിപ്രായം വളരെ ക്ലിയർ ആണ്. പക്ഷേ സുധാകരൻ അറിയാം ഈ വിഷയം, പാർട്ടിയുടെ നിലപാട് ഇങ്ങനെയാണെന്ന് സുധാകരൻ അറിയാം. ഈ പരസ്യമായ വിഴുപ്പലക്കലുകളുടെ ആവശ്യമുണ്ടോ എന്നതല്ലേ പ്രശ്നം. ഇപ്പോൾ ഇന്നലെ ഫേസ്ബുക്ക് കുറിപ്പിടുന്നു കെ സുധാകരൻ, വളരെ വൈകാരികമായി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. ആ കുറിപ്പിനെ പ്രതിപക്ഷ നേതാവ് തള്ളിപ്പറയും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ എന്താണ്, അങ്ങനെ ഒരു കുറിപ്പിട്ടത് കെ സുധാകരന്റെ അറിവോടെയല്ല, അദ്ദേഹത്തിന് ആ അക്കൗണ്ടിനെ കുറിച്ച് പോലും അറിവുണ്ടായില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതിനെയും ഇന്ന് കെ സുധാകരൻ തിരുത്തുന്നുണ്ട്. എന്റെ അറിവോടെ തന്നെയാണ് ആ കുറിപ്പ് വന്നത്, ഞാനാണ് ആ കുറിപ്പിട്ടത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അല്ല, അതില് ഞാൻ പറയട്ടെ, രാഷ്ട്രീയത്തില് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തില് അല്ലെങ്കിൽ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണെങ്കിലും നേതാക്കൾ തമ്മിൽ പല അഭിപ്രായങ്ങളും പറയും. അത് അവരവരുടെ സാഹചര്യവും സൗകര്യവും അനുസരിച്ചിട്ട് ഒക്കെയാണ് അഭിപ്രായങ്ങൾ പറയുക. അല്ല, വ്യക്തിപരമായ സാഹചര്യവും സൗകര്യങ്ങൾക്കും ഒക്കെ അപ്പുറത്തേക്ക് പാർട്ടിയും പാർട്ടിയുടെ നിലപാടും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യവും ഒക്കെ പ്രധാനപ്പെട്ട വിഷയമല്ല. അവിടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കാണോ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്?
ഞാൻ സന്ദർഭം എന്ന് പറഞ്ഞിട്ടുണ്ട്, സാഹചര്യവും സന്ദർഭം എന്നാണ് പറഞ്ഞത്. അപ്പൊ സാഹചര്യവും സന്ദർഭവും എന്ന് പറയുമ്പോൾ അതിൽ വ്യത്യാസമുണ്ട്. ഇപ്പൊ ഇന്നലത്തെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കണ്ണൂരിലൊരു CPM വിരുദ്ധ വികാരം ഉണ്ടാക്കിയെടുക്കാൻ സുധാകരന് സാധിച്ചു. ആ വികാരം അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നൊരു ചിന്ത ആർക്കെങ്കിലും വന്നാൽ അതനുസരിച്ചിട്ടേ മറുപടി പറയുള്ളൂ. അതല്ല, സാഹചര്യം മാറുകയാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നിലപാടെടുക്കും. കാരണം രാഷ്ട്രീയത്തിൽ എന്ന് വെച്ചാൽ നിലപാടുകൾക്ക് എന്താണ് പ്രസക്തി ഇക്കാലത്ത്? അതൊക്കെ ഞാൻ ഇന്ന് വിശദീകരിക്കേണ്ട കാര്യമില്ല, ഇന്നത്തെ പത്രം തുറന്നൊക്കെ അറിഞ്ഞുകൂടെ. അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് സാഹചര്യവും സന്ദർഭവും അനുസരിച്ചിട്ട് എടുക്കേണ്ട ഉചിതമായ തീരുമാനങ്ങളാണ്. അത് തെരഞ്ഞെടുപ്പ് കാലത്താണെങ്കിൽ ജയസാധ്യതയാണ് പ്രധാനം, തോൽക്കാൻ വേണ്ടി അല്ലല്ലോ ആരും മത്സരിക്കുന്നത്, ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. അപ്പൊ ജയിക്കാൻ വേണ്ടി മത്സരിക്കുമ്പോൾ ലക്ഷ്യമാർഗത്തെ സാധൂകരിക്കും എന്നുള്ള രീതിയിൽ ഉള്ള നിലപാടൊക്കെ എടുക്കാം. അപ്പൊ രാഷ്ട്രീയത്തിലാകുമ്പോൾ ഒന്നും രണ്ടല്ലെന്നുള്ള നമ്മൾ എപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ്.